ജോസ്കോ വനിതാരത്നം 3-ലെ കണ്ടസ്റ്റൻസ് ഓരോരുത്തരും പ്രൊഫഷണൽ ആയിക്കൊണ്ടിരിക്കുന്നു, നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത പെർഫോമൻസ് കാണണ്ടേ? ഞാൻ അടുത്ത കണ്ടസ്റ്റന്റിനെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാം. പ്ലീസ് വെൽക്കം ജയ ഹരി ഓൺ സ്റ്റേജ്. മനസ്സിനക്കരെ ഫിലിമിലെ ഷീലാമ്മ ചെയ്ത ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അമ്മച്ചി. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അമ്മച്ചി എവിടെന്നാ? ഞാൻ കുർബാന കഴിഞ്ഞ് വരെയാണ്. ആണോ? ഏത് പള്ളിയിലെ? ഇവിടെ അടുത്തൊരു പള്ളിയിലാണ്. ആണോ? എല്ലാ ദിവസവും അമ്മച്ചി പോവാറുണ്ടോ പള്ളിയില്? ഇല്ല, ഞായറാഴ്ച മാത്രമേ പോവാറുള്ളൂ. ആണല്ലേ, സന്തോഷം. എന്ത് കെമിസ്ട്രി നോട്ട്ബുക്കാണോ? അല്ല, ബൈബിളാണല്ലേ. ശരി. റിഫ്ലക്ഷൻ റൗണ്ട് അല്ലേ? ക്യാരക്ടറിന്റെ പേര് ഷീലാമ്മ. ഷീലാമ്മ, അതൊരു വെറൈറ്റിയാണ്, ഇതുവരെ ആരും ചെയ്യാത്തൊരു ക്യാരക്ടർ. നന്നായിട്ട് ചെയ്യുക. എക്സ്ട്രാordinary ആർട്ടിസ്റ്റാണ് അവർ. അതേപോലെ തന്നെ എക്സ്ട്രാordinary ആയിട്ട് ഇവിടെ പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അമ്മച്ചി ഒന്ന് വേഗം വരുന്നുണ്ടോ? സതീശൻ വന്ന ഊഞ്ഞാലേട്ടൻ കയറെടുത്ത് കൊടുത്തേരെ. പറങ്കി മാവി കെട്ടണ്ടെന്ന് പറ, നിറച്ച് പുളിയുറുമ്പ. രാഗിണിയെ മാളൂനെ തൊഴുത്തിന്ന് ഇറക്കി കെട്ടണേ. പിണ്ണാക്ക് വെള്ളത്തിയിട്ടിട്ടുണ്ട്, കൊടുക്കാൻ മറക്കരുതേ. പോട്ടെടി, ഈ കാറും ജീപ്പും പത്രാസും ഒക്കെ എന്നാ ഉണ്ടായത്? ത്രേസി അതിനേക്കാളും ഒക്കെ ഒത്തിരി മുന്നേ ഉള്ളതാ. ഇപ്പോഴും കാലിന് ഒരു കുഴപ്പവും ഇല്ല. ചേർത്തി 10-60 കൊല്ലമായില്ലയോ പള്ളിയിൽ വരാൻ തുടങ്ങിയിട്ട്? അച്ഛൻ നല്ല നല്ല കാര്യങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ആളുകളെ ഭക്തിപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് കൊച്ചു വർത്തമാനങ്ങൾ പാടില്ലെന്ന് പറഞ്ഞു തന്നിട്ട് വേണോ അറിയാൻ? എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള ഇതൊരു ആരാധനാലയമാണ്, അത് മറക്കരുത്. ഞാനും അച്ഛനെ ഒന്ന് ഉപദേശിക്കണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അച്ഛൻ്റെ പ്രസംഗം എന്നാ ബോറാന്നറിയോ? കാര്യങ്ങൾ വലിച്ചു നീട്ടാതെ ചുരുക്കി പറയാൻ അച്ഛനൊന്ന് പഠിക്കണം. പള്ളി ആയതുകൊണ്ട് ആളുകൾ കൂവാത്തേ. നീ എവിടെ നിന്നേടി, ഞാൻ എൻ്റെ കെട്ടിയോനെന്ന് കണ്ടേച്ച് വരാം. ബാംഗ്ലൂരിലെ ബിസിനസ്സൊക്കെ മോശമെന്നാ ജോയി പറയുന്നത്. എന്നാൽ അതങ്ങ് ഇട്ടേച്ച് പോരെന്ന് പറഞ്ഞാൽ അവനത് ഒറ്റയില്ല. ഉള്ള റബ്ബറും കാപ്പിയും കുരുമുളകും ഒക്കെ കൂടി ചേർന്ന് നോക്കേ തോട്ടം ഒന്ന് ഉഷാറാവും. എല്ലാവർക്കും കൂടി ചേർന്ന് സന്തോഷം അങ്ങ് ഒരുമിച്ചങ്ങ് കൂടുകയും ചെയ്യാം. ഞാനിത് പറഞ്ഞപ്പോൾ ജോയി പറയാം അമ്മച്ചി ഇത് എന്നെ അറിഞ്ഞുകൊണ്ടായിരുന്നു. ഓ, അവൻ വലിയ അപ്കാരി, അമ്മച്ചി വിവരമില്ലാത്തോളൂ. ബെന്നിയാണേ കാലത്തെ കതറിട്ടങ്ങ് ഇറങ്ങും. ഏതാണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് പോകണം മട്ടും ഭാവാ. അത് തലതിരിഞ്ഞു പോയിച്ചായ ഇനി നേരെ ആക്കാൻ ഒക്കെയല്ല. എന്തോ അടി? ടോണിക്കുട്ടി ജീപ്പ് വിട്ടോണ്ട് കുറെ നേരമായിട്ട് കാത്തു നിൽക്കുക. അവൻ എവിടെ നിൽക്കട്ടെ, നീ ഇങ്ങ് പോ. നീ ഒന്ന് വേഗം വാ. ഓ, പിന്നെ നാണം നാണിക്കാൻ കണ്ട ഒരു പ്രായം. നിങ്ങൾ കെട്ടിയോനും ശൃംഗരിക്കുന്നിടത്ത് ഞാൻ എന്തിനാ കട്ടുറും പാകുന്നെന്ന് കരുതിയ? നമ്മൾ ശൃംഗരിക്കുവന്ന്. പിന്നെ ചായ മോളിക്കുട്ടിക്കാണെങ്കിൽ ഈ ഇടയായിട്ട് എന്നെ തീരെ പിടിക്കുന്നില്ല. ഞാൻ ഇന്നാളെ അറിയാതെ ഒന്ന് മുറ്റത്തൊന്ന് മുറുക്കി തുപ്പി. അതിന് അമ്മച്ചിക്ക് വൃത്തിയില്ലാന്ന് പറഞ്ഞ് എന്നാ പുകില ഉണ്ടാക്കിയെന്നറിയോ? പിന്നെ ഞാനത് കൈക്കോട്ടെടുത്ത് അങ്ങ് കോരിക്കളഞ്ഞു. അത് നീ പോരാഞ്ഞിട്ടാ. നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ അവള് വിവരം അറിഞ്ഞേനെ. അവള് പറഞ്ഞ നേരല്ലോടി, കണ്ടെടുത്തൊക്കെ മുറുക്കി തുപ്പിയാ അത് വൃത്തികേടല്ലയോ? അത് കൊള്ളാം. കുറ്റം പറയുകയും വേണം, എന്നാ കുറ്റോട്ട് ഇല്ലേന്ന് താനും. എനിക്കെന്റെ ചെവത്തോട് വരുന്നു, ഞാൻ പോവാ. ദേ അവൾക്ക് ദേഷ്യം വന്നു. കുഞ്ഞു മറിയാണെങ്കിലും വലിയ ദേഷ്യ. മെല്ലെയൊന്നു പാടി നിന്നെ ഞാൻ ഉണർത്തിയോ മലേ. ആ ഫിലിമിലെ സീനാണ് ഇപ്പോൾ കണ്ടത് അല്ലേ? ജയയുടെ ഈ പെർഫോമൻസിനെ കുറിച്ച് നമ്മുടെ ജഡ്ജസിന് ഒരുപാട് പറയാനുണ്ടാവും. എനിക്ക് വളരെ വളരെ ഉറപ്പാണ്. മുരളി ചേട്ടാ, ശോഭനജി സെക്കൻഡ് ടൈം. ഞാൻ ആക്ച്വലി ഇവിടെ സിങ്ക് റിഹേഴ്സൽ എത്ര വേണമെങ്കിലും എനിക്ക് എഴുതി പോകാം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതിൻ്റെ പ്രശ്നം റിഹേഴ്സലിൻ്റെ കുറവ് ഒരുപാടുണ്ട് കുട്ടി, ഒരുപാടുണ്ട്.
പല സ്ഥലത്തും സിങ്ക് വിട്ടു പോയിട്ടും KPSC ലളിത ചേച്ചിയുടെ ശബ്ദം കയറി വന്നിട്ടും എവിടേക്കോ വെച്ചിട്ട് അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൽ കുറേ വിജയിച്ചിട്ടുമുണ്ട്. സോ ദാറ്റ് ഈസ് ഗുഡ്. തഞ്ചം നഷ്ടപ്പെട്ടില്ല. തഞ്ചം എന്ന് പറയുന്നത് നമ്മൾ ഒരു പെർഫോമറുടെ തഞ്ചമാണ്. പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എഡിറ്റിങ്ങിൽ തന്നെ ഒരു ജമ്പുണ്ട്. അവിടെ എപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർഫോം ചെയ്യാനുള്ളൊരു സമയം കൊടുക്കണം. ഇതിപ്പോൾ പള്ളിയിലേക്കുള്ള കാറ് പോയാൽ പോട്ടെ എന്ന് പറയും, ടക്കെന്ന് അടുത്ത കട്ട് അച്ഛൻ സംസാരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അവിടെ ഇത്തിരി ഗ്യാപ്പ് കൊടുക്കണം. നമുക്ക് പോയിട്ട് തിരിഞ്ഞു നിൽക്കാനും ശീലമായിട്ട് നിൽക്കാനും ഒക്കെ ഉള്ള ഒരു സമയം വേണ്ട. ആ എഡിറ്റിങ്ങും പ്രശ്നമായിരുന്നു. ഇനിയും എൻ്റെ പ്രതീക്ഷകൾ ജയയിലുണ്ട്. തീർച്ചയായിട്ടും അത് എന്തായാലും ജയ ഇവിടെ പ്രൂവ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. ഓൾ ദ ബെസ്റ്റ്. ശോഭനേച്ചി, നിങ്ങളിപ്പോൾ റിഹേഴ്സൽ ചെയ്തു, പക്ഷെ എങ്ങനെയാണ് ചെയ്തത്? അതിൻ്റെ ടെക്നീക്ക് എന്താണ് ചോദിക്കുകയാണ്. ഞാൻ ശരിക്കും ഡയലോഗ് ആദ്യം നന്നായിട്ടൊന്ന് എഴുതി. ഇവർ രണ്ടാളുടെ ഡയലോഗ് എഴുതി, അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തോ ആദ്യം? അല്ല മാം, ആദ്യം ഞാൻ കുറേ കാസറ്റ് ഇട്ട് കണ്ടു. അല്ല, അത് മനസ്സിലായി. നിങ്ങൾ അത് തേർന്ന് എടുത്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? നിങ്ങളുടെ റിഹേഴ്സൽ എന്താണ്? അതിൻ്റെ എങ്ങനെയാ ചെയ്തേ? ദാറ്റ്സ് എ പ്രോബ്ലം ദേർ. അവിടെയാണ് പ്രോബ്ലം. നിങ്ങൾ ഫസ്റ്റ് അത് യു ഹാവ് ടു ബി കറക്റ്റ് ഇൻ ദാറ്റ്. നിങ്ങൾ ആദ്യം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സീക്വൻസിൻ്റെ ഡയലോഗ് എഴുതിയിട്ട് പിന്നെ വിത്ത് കാണാതെ വിത്ത് ദി ഒറിജിനൽ നിങ്ങൾ റിഹേഴ്സൽ ചെയ്ത് അപ്പം നിങ്ങൾ ടൈമിംഗ് പഠിക്കും. അത് മെയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് മറ്റതല്ല ആ മൂവ്മെൻറ്റ് ഇങ്ങനെ നോക്കുന്നത്. അതൊക്കെ ഈസിയാണ്. സോ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്? ഇങ്ങനെ തന്നെയാണോ? എഴുതി നന്നായിട്ട് പഠിച്ചിട്ട് പിന്നെ ആയിരുന്നു ടിവിയിലൂടെ കണ്ടു പഠിച്ചത്. ഓക്കെ. ഡയലോഗ്സ് ആദ്യം ഫുൾ ബൈ ഹാർട്ട് പഠിച്ചിട്ട് ദെൻ ഷീ saw the visuals. എപ്പോൾ ആണ് നിങ്ങൾ ഈ മ്യൂസിക് ഇല്ലാതെ ചെയ്തത്? ഏത് സ്റ്റേജിലാണ്? ഫസ്റ്റ് വിത്ത് ഡയലോഗ് എഡിറ്റ് ചെയ്തിട്ട് ഡയലോഗിൻ്റെ കൂടെ നിങ്ങൾ റിഹേഴ്സൽ ചെയ്തോ? അപ്പോൾ എന്താ നിങ്ങൾ പഠിക്കാത്തത്? സിമ്പിൾ അല്ലേ ഇത്? ടൈമിങ്, മറ്റാളുടെ ടൈമിംഗ് ആണ് നമുക്ക് ക്യൂ. ഇറ്റ്സ് എൻ ആക്ടിങ്, ബേസിക് ആക്ടിങ് ടെക്നീക്കാണ്. ദേ ഹാവ് ഗിവൻ യു എ ബേസിക് ആക്ടിങ് ടെക്നീക്ക്. നല്ല ആക്ടേഴ്സും കൂടെ വേണം വനിതാ രത്നത്തിൽ. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം ഡു നോട്ട് ഡിസപ്പോയിൻറ്റ്. തീർച്ചയായിട്ടും. ഓക്കെ, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഡിസപ്പോയിൻറ്റഡ് ആക്കില്ല കേട്ടോ. ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു contestant ആണ് ജയ. വർക്ക് ഹാർഡ്. ഓക്കെ, അപ്പോൾ ഇനി മാർക്സ്. കഴിഞ്ഞ തവണ they were very lenient, I guess, but this time I don't know how they're gonna be with you. Shobnechi, your marks out of 10? 4 out of 10. Mulleta? 3.5. 3.5. Well, 3.5 and 4. 7.5. Again out of 20. വനിതാ രത്നത്തിലെ ഇൻസ്റ്റൻറ്റ് കുക്കിംഗ് കോൺടെസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കവിതയാണ് അടുത്ത രത്നം. എന്താണ് പാചകരത്നം ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇവിടെ കോണ്ടിനെന്റൽ ഫുഡാണ്. ഈ പാചകരത്നം ആണോ? ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കണം. അല്ല, ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് കുക്കിംഗ്. ശരിക്കും പ്രൊഫഷൻ? ഞാൻ MSc മൈക്രോബയോളജിസ്റ്റ് ആണ്. എന്താണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്? ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് ബൗഷീസ് എന്ന് പറഞ്ഞാൽ ഈ വായിക്കൊള്ളുന്ന പേരല്ല, പക്ഷെ ഇത് വായിക്കൊള്ളുന്ന സാധനമാണോ? കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ചീസ് ബൗഷീസ്. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? എന്തൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്? ചീസ് ആൻഡ് എഗ്. പിന്നെ ഞാൻ ബൈൻഡർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ചേ ഉള്ളൂ. അത് റിഫൈൻഡ് ഫ്ലോർ, അതിൽ മൈദ. ഓക്കെ, തുടങ്ങാം. നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. എഗ്ഗ് നല്ലതുപോലെ ബീറ്റ് ചെയ്യാം. എഗ് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യണം. ഒരിക്കലും ഇടയ്ക്ക് നിർത്താനോ ഒന്നും പാടില്ല. അവിടെ സമയം ഒന്ന് നോക്കാം. 1:47. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2:40. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. 3:30. ഇതിങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ കുർക്കുറെ ടൈപ്പ് സാധനങ്ങൾ, ഈ ഒരു ഷേപ്പ്ലെസ് ആയ സാധനങ്ങളല്ലേ.
നമുക്കിനി 10 സെക്കൻഡ് കൂടി മാത്രം. റെഡിയായോ? ആ റെഡിയായി. റെഡിയായി. ഒരു കോണ്ടിനെന്റൽ ഡിഷ് ആയിരുന്നു. ഡിഷിന്റെ പേരെന്താണ്? ചീസ് ബൗഷീസ്. കേട്ട് പഠിക്കും. ചീസ് ബൗഷീസ്. ബൗഷീസ്. BOUCH. ബൗഷീസിന്റെ അർത്ഥം എന്താ? അതറിയില്ല. ഫ്രഞ്ച് ആണ്, ഫ്രാൻസ് ആണ്. അപ്പൊ ചീസ് ബൗഷീസ് കഴിച്ചു നോക്കാൻ പോവാണ്. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. നിർത്ത് പറയട്ടെ. 6 ഹാപ്പി? ഓ ഹാപ്പി. ഹാപ്പിയാണോ? ആ ഹാപ്പിയാണ്. ഓക്കെ. എന്തായാലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് വന്നേക്കുന്നത് കവിതയുടെ പ്രസന്റേഷൻ ആണ്. ഓക്കെ. അടുത്ത ദിവസം കാണാം മറ്റൊരു കണ്ടസ്റ്റന്റായിട്ട്.